കർണാടക അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനും പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ജോഷില അർജുൻ്റെ വീട്ടിൽ നിന്ന് ചേരുന്നു. ജോഷില, തുടരാം. ഷമ്മി, അർജുൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുൻ ഇവിടെ നിന്നും പോകുന്നത് 8-ാം തീയതിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അർജുൻ്റെ ഭാര്യ ഇപ്പോൾ കൂടെയുണ്ട്. അർജുൻ എപ്പോഴാണ് ഇവിടെ നിന്ന് പോയത്? ജൂലൈ 8-നാണ് ഇവിടെ നിന്ന് പോയത്. എത്ര ദിവസം അതുവരെ വിളിച്ചിരുന്നോ? അതുവരെ വിളിക്കുന്ന ഒരാളാണ്, ഡെയിലി വിളിക്കുന്ന ഒരാളാണ്. എപ്പോഴാണ് അർജുനുമായിട്ടുള്ള കോൾ കണക്ഷൻ മിസ്സായത്? എനിക്ക് രാവിലെ മുതലാണ്, രാവിലെ ഒരു 9 മണി മുതലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വിളിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കും. രാവിലെ 9 മണി, 16-ാം തീയതി 9 മണി മുതലാണ് എനിക്ക് കിട്ടാത്തത്. ഞാൻ രാവിലെ 7 മണിക്കൊക്കെ വിളിച്ചപ്പോൾ ഫോൺ ഫുള്ള് റിങ് ചെയ്താണ്. അപ്പോൾ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വിളിച്ചില്ല. പിന്നെ 9 മണിക്ക് ശേഷം വിളിച്ചപ്പോൾ എണീക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ 16-ാം തീയതി സംഭവം നടക്കുന്ന അന്ന് രാവിലെ. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോഴും തീരെ കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ കുറേ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ എനിക്ക് 1 വട്ടം റിങ് ചെയ്തിരുന്നു. പിന്നെ സ്വിച്ച് ഓഫ് ആയി പോവുകയാണ് ചെയ്തത്. പിന്നെ ഇന്നിപ്പോൾ ഏട്ടൻ രാവിലെ വിളിച്ചപ്പോഴും സമയമാകുമ്പോൾ വിളിച്ചപ്പോഴും ഫോൺ ഫുള്ള് റിങ് ചെയ്തു. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ റേഞ്ചുള്ളൊരു സ്ഥലം, റേഞ്ച് ഇങ്ങനെ വരുമ്പോൾ ഫോൺ ഓണാക്കാൻ ശ്രമിക്കുന്ന എന്തോ ആണ്. പിന്നെ ഇന്നലെ രാത്രി വരെ വണ്ടീൻ്റെ എൻജിൻ ഓണാണ്. അതിൽ ഡീസലും എല്ലാം സെക്യൂർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൽ ആളുണ്ടെങ്കിൽ വേഗം രക്ഷിക്കണം. അതാണ് റെസ്ക്യൂ. അവിടുത്തെ റെസ്ക്യൂ തീരെ അവർ റോഡും മണ്ണ് മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ രാഘവൻ സാറും ഗണേഷ് കുമാർ സാറൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ മന്ത്രിമാരായിട്ട് സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ നേരത്തെ കൗൺസിലർ ഞങ്ങളോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ട് എന്നുള്ളത്. ഇതുവരെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഞങ്ങൾ അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ചാനലുകാരും എല്ലാവരും ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ വിശ്വസിച്ചു. അവർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആദ്യം പറഞ്ഞു അവിടെ അങ്ങനെ ട്രക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ദൃക്സാക്ഷികൾ പറഞ്ഞു ഇങ്ങനെ 2-3 ട്രക്കുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മുതലേ ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസുകാരോട് ഞങ്ങൾക്ക് GPS ലൊക്കേഷൻ, ഞങ്ങൾക്ക് ലാസ്റ്റ് വണ്ടി GPS ഒക്കെ ഉള്ള വണ്ടി, അപ്പോൾ അവിടെ GPS ലൊക്കേഷൻ ലാസ്റ്റ് കാണിക്കുന്ന ആ സ്ഥലം ഞങ്ങൾ സെർച്ച് ചെയ്യാൻ അവരോട് കുറേ പറഞ്ഞു. അപ്പോൾ ആ സ്ഥലം അവർ എത്തിപ്പെടുന്നില്ല. മഴയാണെന്നാണ് അവർ പറയുന്ന റീസൺ. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന സർക്കാരടക്കം ഇത് ഇടപെടും എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ടല്ലേ? കിട്ടിയിട്ടുണ്ട് ചേച്ചി.